ഫ്രണ്ട്സ്, വെൽക്കം ടു ജൂലിനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മാങ്ങ ഇട്ട് വയ്ക്കുന്ന മീൻകറിയാണ്. അത് നമ്മൾ നാളികേരം അരച്ചു വയ്ക്കുന്ന മീൻകറി. അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ വറ്റ എന്ന മീനാണ്. അത് ഞാൻ നന്നായി കഴുകി മുറിച്ചെടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 6-7 ഉള്ളി, ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തത്, 1 മുറി നാളികേരം ചിരകിയെടുത്തത്, 2 മാങ്ങ അരിഞ്ഞെടുത്തത്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളം. ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാളികേരം ചിരകിയത് ഇടാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി ഇടാം, മഞ്ഞൾപ്പൊടി ഇടാം, ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് മീൻകറി വെക്കാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൺചട്ടിയിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത വെള്ളം ഉണ്ടല്ലോ, അതിൽ കുറച്ച് അരപ്പുണ്ടാവും, അതും കൂടി കഴുകിയെടുത്ത വെള്ളം കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, ഇവയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില കൂടി ഇട്ട് വെക്കാം കേട്ടോ. ഇനി ഉള്ളി നമ്മൾ താളിച്ചിടുമ്പോൾ കറിവേപ്പില ഇടും, എന്നാലും നല്ലൊരു മണത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അല്പം കറിവേപ്പില ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അതിനു വേണ്ടി നമുക്കൊന്ന് മൂടി വയ്ക്കാം. തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇടാം. കണ്ടോ, ഇപ്പോൾ നമ്മളുടെ അരപ്പ് തിളച്ച് വരുന്നുണ്ട്. ഇത് ഗ്ലാസിൻ്റെ ഒരു മൂടി ആയതുകൊണ്ട് നമുക്ക് കാണാം തിളച്ച് വരുന്നത് കറക്റ്റായിട്ട്. മറിച്ച് മറ്റ് സ്റ്റീലിൻ്റെയോ മറ്റേതെങ്കിലും മൂടി കൊണ്ടാണെങ്കിൽ ഇത് ചിലപ്പോൾ ചാടിപ്പോകും പുറത്തേക്ക് അരപ്പ്. അപ്പോൾ അരപ്പ് അങ്ങനെ ചാടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ തുറന്നു നോക്കണം. ഗ്ലാസിൻ്റെ മൂടിയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, തിളച്ച് വരുന്നത് കാണാം. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കാം. ഇതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇത് വെച്ച് 10 മിനിറ്റ് വേവിച്ചത്. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇതിനകത്ത് കയ്യിലിട്ട് ഇളക്കരുത്, ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. ഉപ്പ് കുറവാണ്, അപ്പോൾ നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഉപ്പ് എടുത്തിട്ട് ഇങ്ങനെ നമ്മളെ ചാറ് ഇങ്ങനെ ഇതിലെടുത്തിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ചുറ്റിച്ചാൽ മതി. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ഉപ്പ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. ഇപ്പോൾ ഉപ്പെല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്. ഇനി 1 മിനിറ്റും കൂടെ നമുക്ക് ഇതിങ്ങനെ തുറന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇത് മൺചട്ടി ആയതുകൊണ്ട് ഇനി കുറച്ച് സമയം കൂടെ ഇതിനകത്ത് ഇരുന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ചാറിനൊക്കെ ഒന്നുകൂടെ കട്ടി വരും, നല്ലപോലെ ഒന്ന് കുറുകി വരും. ഇനി നമുക്ക് കറിയിലേക്ക് ഉള്ളിയും വേപ്പിലയും താളിച്ചിടാം. അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം കറിവേപ്പിലയും ഇടാം. ഇപ്പോൾ ഉള്ളി നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മീൻ കറിക്ക് കുറച്ചുകൂടി ഭംഗി വരാൻ വേണ്ടി അല്പം മുളക് പൊടി, അത് കാശ്മീരി ചില്ലി ആണെങ്കിൽ അത്രയും നല്ലതാണ്, ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കാം കേട്ടോ. ഇത് ഇടുമ്പോൾ മീൻ കറിക്ക് നല്ലൊരു ഭംഗി വരും, നല്ലൊരു ചുവന്ന കളറും. ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം കേട്ടോ മുളക് പൊടി ഇടാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമുക്ക് മീൻ കറിയിലേക്ക് ഉള്ളി തളിച്ചത് ഇടാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നാളികേരം അരച്ച മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈസ്റ്ററിന് ഈ കറി ട്രൈ ചെയ്യണം കേട്ടോ. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.